സമൂഹത്തിനകത്ത് ഒരു ആദിവാസി ദളിത് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവണമെന്ന് പണ്ടോട്ടുള്ളൊരു ആവശ്യമുണ്ട് ഇവിടെ. അപ്പം എൻ്റെ ഇൻസ്പിറേഷൻ പറയുക പാന്തേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, ബ്ലാക്ക് പാന്തേഴ്സ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ദളിത് പാന്തേഴ്സ് മൂവ്മെൻറ്റൊക്കെ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ കൃത്യമായിട്ടൊരു മൂവ്മെൻറ്റ് സാധ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം തിയേറ്റർ പഠിക്കുന്ന സമയത്ത് എങ്ങനെ തിയേറ്ററിനെ ഒരു സമരമാർഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, ഞാനിവിടെ ഡിഗ്രിക്ക് പഠിച്ചിട്ട് PG എത്തുന്നിടം വരെയുള്ളൊരു അന്വേഷണമൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ദളിത് ആദിവാസി ദളിത് തിയേറ്റർ മൂവ്മെൻറ്റ് ഈ സമയത്ത് അത് ആവശ്യമാണ്. കാരണം അത് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ NEP പോലെ വരുന്ന NEP അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ തന്നെ ഗ്രാൻറ്റൊക്കെ തടഞ്ഞു വെക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡ്രോപ്പ് സിൻഡ്രോം എന്ന് തന്നെ അതിൻ്റെ പേരിട്ടുകൊണ്ട് സ്റ്റേറ്റ് തന്നെ വിളിക്കുന്നു. ആ ഒരു സമയത്തൊക്കെ കലാലയത്തിനകത്ത് 4 ചുമരകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു തിയേറ്റർ സ്പേസിലോ തിയേറ്ററിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന അത്ര സ്വസ്ഥമായൊരു മാനസികാവസ്ഥ ഒന്നുമല്ല എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പം ആ അസ്വസ്ഥത തന്നെയാണ് ശരിക്കും ഈ മൂവ്മെൻറ്റ് ആവശ്യമാണ്. അത് ഒറ്റയ്ക്കല്ല എന്നുള്ള എല്ലാ ക്യാമ്പസിലെ എല്ലാ വിദ്യാർത്ഥികളെയും ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ട് എന്നവർക്കൊപ്പം എത്താൻ പറ്റുക എന്നുള്ളതാണ് അസ്രാക്ക് മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളും ദേഷ്യപ്പെടും, ഞങ്ങൾക്ക് പഠിക്കണം എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് പഠിക്കണം, അതാണ് അസ്രാക്കിനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആദിശക്തിയിലെ കുട്ടികൾക്ക് ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യത്തെ ഒരു മൂവ്. ഈ ആദിവാസി ദളിത് തിയേറ്ററിൻ്റെ ഫസ്റ്റ് ഒരു മൂവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എറണാകുളത്ത് തുടിപ്പിൽ വെച്ചിട്ടാണ് ആദ്യത്തെ വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഓൾറെഡി ആദിശക്തിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ വർക്ക്ഷോപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കുട്ടികളായിരുന്നു കൂടുതലും. സാധാരണ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് നടത്തുന്ന രീതിയിലല്ല ആദിശക്തിയിലെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ കൂടുതലും ഗെയിം കളിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ളതിനേക്കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഇടമായിട്ട് കൂടിയാണ് ഈ വർക്ക്ഷോപ്പ് കണ്ടിട്ടുള്ളത്. എറണാകുളത്തെയും വയനാട്ടിലെയും ക്യാമ്പ് കഴിഞ്ഞപ്പോഴേക്കും അവർ കൃത്യമായിട്ട് അവരുടെ കാര്യം പറയാൻ, അവർക്ക് റിസർവേഷൻ വേണമെന്ന് പറയാൻ, അവരുടെ ജാതീയമായിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയാനായിട്ട് അവർ കുറച്ചുകൂടി റെഡി ആയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. പ്രധാനമായിട്ട് നമ്മൾ എടുത്തത് ക്യാമ്പസിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്, അവരുടെ വേഷത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ ഭാഷയുടെ കാര്യത്തിൽ, അവരുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ അത്തരം വേർതിരിവുകൾ ഇവിടെ വയനാട്ടിൽ നിന്നൊക്കെ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പം മെസ് ഫീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഒരു പുതിയൊരു കൾച്ചറിലേക്ക് ആ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് എന്തോ ഒരു സമയം എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് എടുക്കാൻ പറ്റാതെ നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ എംഗളോച്ചയുടെ ബേസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ മെയിനായിട്ടും ക്യാമ്പസിൽ കലാലയങ്ങളിൽ ഓരോ ആദിവാസി ദളിത് വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ, അതായത് യാഥാർത്ഥ്യമാണ്. അതായത് ഇപ്പോൾ രോഹിത് വെമ്മില ആണെങ്കിലും ശരി, രജനി എസ് ആനന്ദ് ആണെങ്കിലും ശരി, പായൽ തദ്വ ആണെങ്കിലും ശരി, അങ്ങനെ കലാലയങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഗ്രാൻസ് കിട്ടാത്ത വിഷയങ്ങൾ, സാമ്പത്തിക സംവരണം, ഇതൊക്കെയാണ് എംഗളോച്ചയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, അതായത് ഞാനിപ്പോൾ +1 പഠിക്കാൻ നേരത്തെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു +2. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ഡ്രാമ ചെയ്യാൻ നേരത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഈ ഡ്രാമ ചെയ്യുമ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്നെപ്പോലെ ഞങ്ങൾ 5 പേർക്കും ഇങ്ങനെ ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറിനാണെങ്കിലും, എൻ്റെ ബ്രദറുണ്ട് ഇതിനകത്ത്. അപ്പം അവനാണെങ്കിലും ഞങ്ങൾ ചെറുപ്പം മുതലേ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡ്രാമയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ
ദലിത് തിയേറ്റർ മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് മറ്റ് ഇതര പ്രാദേശികമായിട്ട്. കാരണം ഒരു 90-കൾക്ക് മുൻപ് തന്നെ അതിൻ്റെ ഒരു ലാഞ്ചനയുണ്ട്. 90-കളിൽ സജീവമാവുകയും പിന്നീട് നാടകം അങ്ങനെ ആ നിലയിൽ മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ പോലും ഏറ്റവും ശക്തമായി നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു അവബോധത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സ്വാധീനം അത് കേരളത്തിൽ മറ്റ് ഏതൊരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ചർച്ചകളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ അതിനെ സപ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വലിയ കാരണമാണ്. കാരണം കേരളത്തിൽ ഇപ്പോഴാണ് ഏതാണ്ട് ഒരു 2010-നൊക്കെ ശേഷമാണ്, 2010-14-നൊക്കെ ശേഷമാണ് കേരളത്തിനുള്ളിൽ ദലിതുകൾക്ക് നേരിട്ട് ചർച്ച ചെയ്യാൻ കഴിയും എന്നുള്ള നില വന്നത് തന്നെ. പ്രത്യേകിച്ചും ഈ മറ്റു കോളേജുകളിൽ നടന്നിട്ടുള്ള സമരങ്ങളുടെയും മറ്റു സമരങ്ങളുടെ സ്വാധീനം കൂടിയാണ് കേരളത്തെ ആ അർത്ഥത്തിൽ ക്യാമ്പസുകളെ കുറച്ച് നവീകരിക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത്. ആദിവാസി ദളിത് ശരീരം ഒരിടത്ത് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അരങ്ങിൽ വന്നിട്ട് ഒരു ദളിതൻ്റെ ആദിവാസിയുടെ ശരീരം വന്ന് നിന്നാൽ മതി, അതൊരു റിസ്കോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഈ അസുർ ആക്ട് എന്ന് പറഞ്ഞ പേര് തന്നെ ഇതുണ്ട്. ഇപ്പം ഞാൻ നിന്നിട്ട് ഇത്ര വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നിട്ട് ഞാൻ ദളിത് ഐഡൻറ്റിറ്റി പറഞ്ഞ് സംസാരിക്കുന്ന ഞാൻ രാക്ഷസനാവും. ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നമുക്കവിടെ ജാതി ഇല്ലല്ലോ. അപ്പം ഉറക്കെ സംസാരിച്ചു തുടങ്ങി അവനവിടെ രാസന, അവിടെ അവൻ വില്ലനാണ്. മനസ്സിലായി? അതാണ് അസുർ ആക്ട്. അവനവൻ്റെ നിയമം സംസാരിക്കുക. അതാണ് നമ്മൾ അസുർ ആക്ട് നമ്മൾ കൃത്യമായിട്ട് പേരെടുത്ത് വില്ലന്മാരായി മാറും.